ഡൂഡ്, നീ അറിഞ്ഞോ, ഞങ്ങൾ പെട്ടു. വല്ല ആവശ്യമുണ്ടായിരുന്നു. എന്താണ്, എന്ത് പറ്റി? അടിച്ചു അടിച്ചു അടിച്ചു. കിട്ടും, അടി കിട്ടും. നിന്റെ സ്വഭാവം അനുസരിച്ച് അടി കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ. നിനക്ക് ഇതിപ്പോൾ സ്ഥിരം കിട്ടുന്ന സംഭവമല്ലേ? ഞാൻ ആ പൊസിഷനിലേക്ക് കറക്റ്റായിട്ട് അങ്ങ് വന്നായിരുന്നു. അതല്ലടാ, എനിക്ക് ലോട്ടറി അടിച്ചടാ. ലോട്ടറിയോ? പിന്നെ ലോട്ടറി. അബ്ദുൾ റബ്ബ് മന്ത്രി എന്ന പോലും 10ാം ക്ലാസ് പാസ്സാകാത്തവനാ നീ. അത്ര ഭാഗ്യമില്ലാത്തവനല്ലേ ലോട്ടറി? നോക്കട്ടെ. അതേടാ, ഇന്ത്യൻ അസോസിയേഷൻ്റെ ഹോളി സെലിബ്രേഷനിൽ റാഫിൾ റോയിൽ എനിക്ക് ലോട്ടറി അടിച്ചു. സാന്റിയാഗോയിൽ എയർ റഹ്മാൻ്റെ ഷോയ്ക്ക് 3 ടിക്കറ്റും, അതുപോലെ തന്നെ ഹോട്ടൽ ഫെയർമോൺ ഗ്രാൻഡിലെ സ്യൂട്ട് റൂമിൽ 3 നൈറ്റും 3 പകലും. എടാ ഭയങ്കര. അളിയ, എനിക്ക് പണ്ടേ അറിയാമായിരുന്നു നീ ഭാഗ്യമുള്ളവനാണെന്ന്. നമുക്ക് പൊളിക്കാം. പക്ഷേ വീട്ടിൽ പറഞ്ഞ് സമ്മതിപ്പിക്കണ്ടേ? കാർ ഞാൻ ഒപ്പിക്കാം. നിങ്ങൾ എങ്ങനെയെങ്കിലും വീട്ടിൽ പറഞ്ഞ് പാരൻസിനെ ചാക്കിലാക്ക്. സ്വല്പം പാടായിരിക്കും, ഞാൻ ശ്രമിക്കാം. അടിപൊളി. കിങ് സ്യൂട്ട് എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. അതിന് നീ കിങ് സ്യൂട്ട് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? കണ്ടത് മനോഹരം, കാണാത്തത് അതിലേറെ മനോഹരം. അത് വെയിറ്റ് ചെയ്യേ, നീ ആരോട് ചോദിച്ചിട്ടോ ഹോളി സെലിബ്രേഷൻ പോയത്? അത് ശരിയാണല്ലോ. പിടിക്കടാ. അമ്മ ഒന്ന് പറയാമേ, അമ്മ പറഞ്ഞ അപ്പ കേൾക്കും. നീ ഒന്ന് പോടെ ചെറുക്ക. പരീക്ഷ എടുത്തിരിക്കുമ്പോഴാ നിന്റെ ഒരു ട്രിപ്പ്, അതും ഈ ചെറുക്കന്മാരുടെ കൂടെ. പപ്പ അറിയേണ്ട താമസം ഇപ്പം നിന്നെ വിടും. അമ്മ പറഞ്ഞ അപ്പ കേൾക്കും. നീയൊന്ന് പോ, എനിക്ക് 100 കൂട്ടം പണിയുണ്ട്. എന്താടാ ഇവിടെ അടുക്കളയിൽ നിന്നൊരു പരുങ്ങല്? അല്ല, അമ്മയെ സഹായിക്കുമായിരുന്നു. പിന്നെ അമ്മയെ സഹായിക്കണം, അത് വേണം. അമ്മ ഒന്ന് പറയാമേ, എന്ത് കഷ്ടത്. ദേ, ഇവനെന്തോ ടൂർ പോണെന്ന്. ടൂറോ? എന്ത് ടൂറ്? എവിടെ? ചോദിക്കണ കേട്ടില്ലടാ, പറയടാ. അത് പപ്പ എനിക്ക് ലോട്ടറി അടിച്ചു. 3 നൈറ്റ് സാന്റിയാഗോ, പിന്നെ എയർ റഹ്മാൻ്റെ ഷോയ്ക്ക് ടിക്കറ്റും. ഞാനും ചോനും ചെറിയുണ്ട്. വേറെ ചിലവൊന്നുമില്ല, ഗ്യാസ് മാത്രമേ ഉള്ളൂ. അത് ടോജൻ എടുത്തോളൂ. ഞങ്ങൾ 3 നൈറ്റ് കഴിയുമ്പോൾ തിരിച്ചു വരും. 3 ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തുമല്ലോ അല്ലേ? നന്നായി. എന്നാ പോകണ്ട. ഇപ്പോൾ അപ്പാ പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട. അല്ലെങ്കിൽ ആ ജെറിന്ന് പറഞ്ഞതിന് കണ്ണെടുത്ത കണ്ടുകൂടാ, നാവെടുത്ത കള്ളമേ പറയും. എടാ, എന്ത് കോൺഫറൻസ് എന്നാടാ പറഞ്ഞത്? അതിന് പഠിക്കുന്നതായിട്ടല്ല ബന്ധമുണ്ടോ? എൻ്റെ അമ്മ ഇത് എത്രാമത്താണ് ഈ പറഞ്ഞത്? മ്യൂസിക് ആൻഡ് ബോഡി മസിൽസിനെ കുറിച്ചുള്ള സെമിനാറാണ്. പ്രൊഫസർ പറഞ്ഞാൽ പോയാൽ നല്ലതായിരിക്കും, ജോലിയൊക്കെ കിട്ടാൻ നല്ലതാണ്. ഓ ആണോ? ആരാ ഈ സെമിനാർ എടുക്കുന്നത്? അതൊരു ഫേമസ് സയൻറ്റിസ്റ്റാണ് അമ്മേ. ഓസ്കാറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓസ്കാറോ? ഓസ്കാറല്ല, നോബൽ പ്രൈസ്. അതൊക്കെ ഇരിക്കട്ടെ, ഹോട്ടലിൽ താമസിക്കാൻ എത്രയാവും? $100? അതെ, പെർ നൈറ്റ്. ഫുഡ് എല്ലാം ഫ്രീ, അതുകൊണ്ട് ബാക്കി ചെലവൊന്നുമില്ല. അത് നന്നായി. അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കി അതിന്റെ ചെലവും കൂടി കൂടിയേനെ. ടോജൻ നിന്റെ കൂടെ വരുന്നു എന്നല്ലേ പറഞ്ഞത്? അവൻ ബിസിനസ് അല്ലേ പഠിക്കണത്? അവൻ വരുന്നതുകൊണ്ട് വല്ല പ്രയോജനവും ഉണ്ടോ? ഓ, അവൻ എനിക്ക് വേണ്ടിയാണ്. വീട്ടില് എന്തോ കള്ളം പറഞ്ഞിട്ടാവും. എടാ പോടാ, അവനൊരു പാവം ചെക്കനല്ലേടാ. ശരിയാ, ഭയങ്കര പാവ. കൂട്ടുകാരന്റെ ചേച്ചിയുടെ കല്യാണോ? ആ അപ്പ, അവൻ പ്രത്യേകം ക്ഷണിച്ചതാ. അപ്പന് ഓർമ്മയല്ലേ ഉണ്ണി? പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പനും അമ്മ എല്ലാവരായിട്ടും ചെല്ലണമെന്ന് അവൻ പറഞ്ഞേ. ആണോ? എന്നാ പിന്നെ ഞങ്ങളും വന്നേക്കാം. പക്ഷെ അത് വേണ്ട. അവൻ എങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ വലിഞ്ഞു കയറി ചെല്ലുന്നത് ശരിയല്ലല്ലോ. നമുക്ക് നമ്മുടെ അന്തസ് നോക്കണ്ടേ? കുടുംബത്തിന് അന്തസ്. നീ പരീക്ഷയ്ക്ക് തോറ്റു ഇവിടെ കുറെ അന്തസ് ഉണ്ടാക്കി തന്നിട്ടുണ്ടല്ലോ, അത് ഞാനങ്ങ് മറന്നു. എപ്പോ പോകുന്നെന്നാ പറഞ്ഞത്?
നാളെ രാവിലെ. ആ പോ. ആ വണ്ടി മൊത്തത്തോടെ ഇങ്ങ് എത്തിച്ചാൽ മതി. ആ കാര്യം ഞാൻ ഏറ്റു. അതിന് നീ വലിയ മസിലൊന്നും പിടിക്കണ്ട. ഇല്ല. ഹലോ, ഇവിടെ എല്ലാം സെറ്റായി. അവിടെയോ? ആ, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ, സീനാണ്. അവിടെ എല്ലാം ഓക്കെ ആയോ? ഞാൻ പറഞ്ഞിട്ട് എന്താ എൻ്റെ അപ്പനും അമ്മയും കേൾക്കാത്തെ? എന്താ അവരിങ്ങനെ അനുസരണയില്ലാണ്ടായി പോയേ? ഇനി എന്ത് ചെയ്യും? ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചു. ഇനി അത് തന്നെ ചെയ്തേക്കാം. ഓക്കേടാ. കൂടെയുള്ളവരുടെ വീട്ടിൽ ടൂറ് പോകാൻ സമ്മതിച്ചു. അവർ ബാഗും പാക്ക് ചെയ്തു. അതൊക്കെ കേട്ടപ്പോൾ ടൂറ് പോകാനൊരു മോഹം. എന്നെ ടൂറ് പോകാൻ അനുവദിക്കുമോ? പറ്റില്ല അല്ലേ? നിർത്ത്. ഈ മാതിരി തക്കിട തരികിട പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടുണ്ടെങ്കിൽ മതി. അല്ല, അതിപ്പോ ഈ കാട്ടിയാദിക്കാർക്കൊക്കെ പാടാൻ പറ്റിയ പാട്ടേതാ? പുലരിക്കിണ്ണം പൊന്നിൽ മുക്കിയതാരാണോ? പുല്ലാങ്കുഴലൊരു പാൽക്കടലാക്കിയതാരാണോ? നമ്മുടെ മഴവിൽ കനവിൻ അതിരിന് പൂമാനം. ഈ മുത്തുമണത്തിനു ചുറ്റും മതിലുകളാകാശം. നമ്മുടെ മഴവിൽ കനവിൻ അതിരിന് പൂമാനം. ഈ മുത്തുമനസ്സിനു ചുറ്റും മതിലുകളാകാശം. പുലരിക്കിണ്ണം പൊന്നിൽ മുക്കിയതാരാണോ? പുല്ലാങ്കുഴലൊരു പാൽക്കടലാക്കിയതാരാണോ? മിന്നൽ കൊടിമേളം മഴമേഘത്താളം കുത്തിരി മേലേക്കു പാറിപ്പറക്കണം. സ്നേഹത്തരിമ്പുകൾ കൊത്തിക്കോറിക്കണം. പല തുള്ളിക്കനവിൽ പെരുവെള്ളച്ചാട്ടം മോഹനീലാക്കടൽ നീന്തിക്കടക്കണം. പൊന്തയിൽ കോടിയുടുത്തുന്നു. എടാ ടോജിനെ, ഞാൻ വണ്ടിയുടെ താക്കോലും കിട്ടേ. എൻ്റെ ഫോൺ വണ്ടിക്കകത്താ. എടാ ജെർക്കൂട്ടാ, എൻ്റെ മുടി ഓക്കെ അല്ലേ? കുഴപ്പമില്ല. അളിയ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ എന്നെ എന്തെങ്കിലും ചെയ്യോ? കൊള്ളാവുന്ന കാര്യം വല്ലതും ആണെങ്കിൽ ഞങ്ങൾ പറയില്ല. ഞങ്ങൾ ഡീസൻ്റാ. എടാ, കീ കാണാനില്ലെന്നാ തോന്നണേ. എടാ മഹാഭാബി, കണ്ട ബീച്ചെല്ലാം കയറി ഇറങ്ങി ഇനി എവിടെ പോയി തപ്പാനാ? എൻ്റെ ഫോണാണ് ഈ വണ്ടിക്കകത്തും. നിന്റെ ഒരു ഫോൺ ഇവിടെ നിന്നെങ്കിലും പോകണമെന്ന് ഇനി നോക്കണ്ടേ? വാ, നമുക്കൊന്ന് തപ്പി നോക്കാം. എവിടെ നിന്നിട്ട് തപ്പാനോ? എല്ലായിടത്തും നോക്കാം. വാ. പാടിയല്ലോ പാടയെല്ലാം ദുനിയാവേ മരുഭൂവാ.
എന്താ ചെയ്യുക? ഡാ നമുക്ക് ഇൻഷുറൻസുകാരെ വല്ലതും ഒന്ന് വിളിച്ചു നോക്കിയാലോ? ആ ശരി ശരി, AAA സഹായിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ നമ്പറൊന്ന് നോക്കട്ടെ. ആ കിട്ടി. എന്നാ സംഭവം പ്രശ്നമായല്ലോ. 5 മണിക്ക് മുമ്പ് എന്നിലെ ഓഫറും തീരും. നമ്മളാണ് ഈ പാതി വഴി പോലും എത്തിയിട്ടില്ല. ഏട്ടാ നീ വിഷമിക്കാതിരിക്കുക. ഇങ്ങനത്തെ സിറ്റുവേഷൻ നമ്മൾ കൂളായിട്ടിരിക്കും. അതാ എൻ്റെ പോളിസി. വാ, നീ നോക്കിക്കോ. AAA വരും, നമ്മുടെ കാറ് നന്നാക്കും, നമ്മുടെ എല്ലാ പ്രശ്നവും തീരും. അല്ല, ഇൻഷുറൻസുകാർ വന്നിട്ട് കാര്യമില്ലോ. കീലാണ്ട് വണ്ടി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? അത് പുഷ് സ്റ്റാർട്ടല്ലേ? അമ്മേ അത് ശരിയാണല്ലോ. ബെസ്റ്റ്. ഡാ AAA എന്ത് പറഞ്ഞു? ട്രിപ്പിളേക്കാർ ഇവന്മാരൊക്കെ മനുഷ്യനാണോ? ബ്ലഡി ഫൂൾസ്. ഇത് പറ്റി. അവരെന്നോട് പറയുക AAA ഇൻഷുറൻസ് ഉണ്ടെങ്കിലേ വണ്ടി വിടുമെന്ന്. ആ ബെസ്റ്റ്. അപ്പം നിനക്ക് AAA ഇൻഷുറൻസ് ഇല്ലായിരുന്നോ? എടാ, ഒരാൾക്ക് ആപത്ത് വരുമ്പോൾ സഹായിക്കാനല്ലേ ഈ ഇൻഷുറൻസ്? എടാ നിനക്ക് അവരുടെ ഇൻഷുറൻസ് ഇല്ലല്ലോ, അതായിരിക്കും. ഇനി നീയും തുടങ്ങിക്കോ. ഇങ്ങനെയുള്ള സമയത്താണ് ഇനി ഇൻഷുറൻസ് എടുക്കണ്ടേ? എൻ്റെ അത്താവ് ഈ പൊട്ടന്മാരോടെയാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്. നമുക്ക് വല്ല ലോക്ക് സ്മിത്തിനെയും വിളിക്കാം. എന്നിട്ട് വണ്ടി ടോ ചെയ്തുകൊണ്ട് പോയിട്ട് വല്ല ഡീലറിൻ്റെ അടുത്ത് പോയി ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കാം. ഇനി അതേ നടക്കൂ. എവിടെയാടാ നിന്റെ ലോക്ക് സ്മിത്ത്? ഇപ്പോൾ വരും. കറക്റ്റ് ലൊക്കേഷനൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. Yo, everybody in the house, see the boys are down. Moving close together just to catch them. Make no mistake, this is no time wanting the pain till they get them slain. We're talking sing the story about the fall. Brother, 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 brother. ലോക്ക് സ്മിത്ത് എന്ന് പറഞ്ഞിട്ട് ഇത് ബ്ലാക്ക് സ്മിത്ത് ആണല്ലോടാ. Zakaria? Yes. What happened, bro? Our car key lost. We are completely. എന്തുവാടേ പറയണേ? എടാ എൻ്റെ ഇംഗ്ലീഷ് എല്ലാം ചോർന്നു പോയടാ. ഹാ, മലയാളീസ് ആണല്ലേ? ചേട്ടന് മലയാളിയാ? ഞാനൊരു മലയാളിയാ. എൻ്റെ പൊന്നു ചേട്ടാ, ഈ പൊട്ട വണ്ടിയുടെ താക്കോല് കളഞ്ഞു. ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങാൻ വഴിയുണ്ട്. നിങ്ങൾ എങ്ങോട്ടേക്ക് ഇറങ്ങിയതാ? ഞങ്ങൾ സാന്റിയാഗോ പോയായിരുന്നു. വൈകുന്നേരം 5 മണിക്ക് മുന്നേ അവിടെ എത്തണം. അതിന് മുന്നേ ഡീലറിൻ്റെ അടുത്ത് എത്തിക്കുവായിരുന്നെങ്കിൽ വളരെ ഉപകാരമായേനെ. എല്ലാം ശരിയാക്കി തരാവിടെ. ഞാനൊന്ന് നോക്കട്ടെ. പാളിയല്ലോ പാടയെല്ലാം ദുനിയാവേ മരുഭൂവാ. കാറ് തുറന്നിട്ടുണ്ട്. ഇനി ടൗ ചെയ്ത് ഡീലറുടെ അടുത്ത് എത്തിക്കണം. അതിനു മുന്നേ എൻ്റെ ബില്ലങ്ങ് സെറ്റിൽ ചെയ്തേക്ക്. $100. $100? അത് ഇച്ചിരി കൂടുതലല്ലേ ചേട്ടാ? വല്ലതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. എങ്കിൽ പിന്നെ $1 കുറച്ചോ. $99. ഒരുമാതിരി മലയാളികളുടെ സ്വഭാവം കാണിക്കരുത്. അതൊന്നും സാരില്ല, ഞാൻ കൊടുക്കാം. ഇന്നേട്ടാ. എന്താടാ, എന്തു പറ്റി? എന്താടാ കയ്യിൽ? കയ്യിലോ? അപ്പം ശരി, എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്. എടാ സത്യമായിട്ട് ഞാൻ ഇവിടെ എല്ലാം ചെക്ക് ചെയ്താ. ഇത് എങ്ങനെ എൻ്റെ പോക്കറ്റിലൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. നീ മിണ്ടണ്ട, പോയി വണ്ടി എടുക്കളാ. എന്നാലും ഇതെങ്ങനെ എൻ്റെ കയ്യിൽ വന്നു? ഇനി വല്ല പ്രേതബാധയുണ്ടോ? പിന്നെ നിന്റെ വണ്ടിയല്ലേ, പ്രേതബാധ ഇല്ലേലും അത്ഭുതമുള്ളൂ. അങ്ങനെ നമ്മൾ വീണ്ടും സാന്റിയാഗോയിലേക്ക്. എടുക്കടാ വണ്ടി. പുലരിക്കിണ്ണം പൊന്നിൽ മുക്കിയതാരാണോ? പുല്ലാങ്കുഴലൊരു പാൽക്കടലാക്കിയതാരാണോ? നമ്മുടെ മഴവിൽ കനവിൻ അതിരിനി പൂമാനം. ഈ മുത്തുമണത്തിനു ചുറ്റും മതിലുകളാകാശം. നമ്മുടെ മഴവിൽ കനവിൻ അതിരിനി പൂമാനം. ഈ മുത്തുമനസ്സിനു ചുറ്റും മതിലുകളാകാശം. പുലരിക്കിണ്ണം പൊന്നിൽ മുക്കിയതാരാണോ? പുല്ലാങ്കുഴലൊരു പാൽക്കടലാക്കിയതാരാണോ? നീ എന്താടാ ഈ ആലോചിക്കണേ?
കുറേ നേരമായല്ലോ. അല്ല, ഞാൻ ആ കീ എൻ്റെ കയ്യിൽ എങ്ങനെ വന്നെന്ന് ആലോചിക്കുമായിരുന്നു. മതി മതി, നീ കൂടുതലേ നമ്പറൊന്നും ഇറക്കണ്ട. ഞങ്ങളൊന്നും പറയാൻ പോണില്ല. ചിലപ്പോഴേ പ്രേതം നിൻ്റെ പോക്കറ്റിൽ കൊണ്ടുവന്നിട്ടതായിരിക്കും. എടാ, എൻ്റെ പോക്കറ്റിൽ, അത് ഷർട്ടിൻ്റെ പോക്കറ്റിൽ ഞാൻ കീ ഇടാറ് പോലുമില്ല. പിന്നെ ഇതെങ്ങനെയാ? ഇത് എനിക്ക് തോന്നുന്നത് നമ്മൾ ലേറ്റ് ആക്കാൻ വേണ്ടി എന്തോ കാരണം ഉണ്ടാകണ പോലെയാ. എന്താടാ, എന്തു പറ്റി? എടാ, കാർ സ്റ്റാർട്ട് ആവണല്ലോടാ. നമ്മൾ പെട്ടോ? ഇനി ഇവിടെ നമ്മൾ എങ്ങനെ പോവും? ആരെ വിളിക്കാനാ? എനിക്കറിയില്ല. ഡൂഡ്, നീ അറിഞ്ഞോ? ഞങ്ങൾ പെട്ടു. എത്ര നേരമായിടാ ഇത്? നീ വിളിച്ച മെക്കാനിക്ക് എങ്ങാനും വരുമോ? വന്നാൽ തരുന്നത് ശരിയാവുമോ? എനിക്കറിയില്ല. എന്തൊക്കെയായിരുന്നു ഹോട്ടൽ ഫെയർമോണിലെ സ്യൂട്ട് റൂം, എയർ റഹ്മാൻ്റെ ഷോ, പവനായി ശവമായെന്ന് കേട്ടിട്ടേ ഉള്ളൂ. എന്താണ് ഒരു സൗണ്ട് കേൾക്കണേ? ആരാടാ കരയണേ? ജെറിയേ, എന്താടാ, എന്തു പറ്റി? കരയാണ്ട് കാര്യം പറ. എനിക്ക് അമ്മയെ കാണണം. പോവാം, നീ വിഷമിക്കാതിരി. ഇതാണ്ട് എന്നെ നീ പോടാ, എനിക്ക് വീട്ടിൽ പോണം. നമുക്ക് പോവാം. ആ മെക്കാനിക്ക്, മെക്കാനിക്ക് വരുന്നുണ്ട്. All my people just be rolling up on this spot. This spot's the hottest spot up on this block. All my people just be rolling up on this spot. This spot's the hottest spot up on this block. All my people just be rolling up on this spot. This spot's the hottest spot up on this block. Senor, I think battery no good. We need to start it. Okay? I try to help it. Okay? Good? All right. Oh, senor, look, car start. No problem. Good car. New car, senor. So I give you this one for free. I didn't do anything. Okay? Oh, senor, what a good car you have. Oh, no problem with anything. Okay? Oh, good. Okay, senor. Good car. എടാ, ഇനി ശരിക്കും വല്ല പ്രേതബാധയുണ്ടോ? എന്തായാലും ഇനി പോയിട്ട് കാര്യമില്ല. നമുക്ക് തിരിച്ചു പോവാം. യോഗം ഇല്ലെന്ന് കരുതാം. അല്ലാണ്ട് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ എന്തായാലും വണ്ടി എടുത്ത് വീട് വരെ ഇങ്ങനെ സ്മൂത്തായിട്ട് എത്തിയാൽ മതിയായിരുന്നു. നമസ്കാരം. പ്രധാന വാർത്തകൾ. സാന്റിയാഗോ ഫെയർമോണ്ട് ഹോട്ടലിൽ ഭീകരാക്രമണം, 17 പേർ കൊല്ലപ്പെട്ടു. കാലിഫോർണിയയിലെ സാന്റിയാഗോ സിറ്റിയിൽ നടന്ന ഭീകരാക്രമണത്തിൽ 17 പേർ കൊല്ലപ്പെട്ടു. സാന്റിയാഗോയിലെ 5 നക്ഷത്ര ഹോട്ടലായ ഫെയർമോണ്ട് ഗ്രാൻഡിലായിരുന്നു ആക്രമണം. ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. ആക്രമണത്തെ തുടർന്ന് അമേരിക്കൻ എയർപോർട്ടുകളിൽ സുരക്ഷ കർശനമാക്കി. പ്രധാനമന്ത്രി അപലപിച്ചു. അപ്പൊ ഈ കാറിൽ പ്രേതമൊന്നും ഇല്ലായിരുന്നു അല്ലേ? നമ്മളെന്തോ ശരിക്കും പുറകോട്ട് വലിക്കുന്ന ഒരു ഫീലായിരുന്നു അല്ലേ? എന്തോ അല്ലടാ, കർത്താവ് മാലാഖമാരെ അയച്ചതാ നമ്മളെ രക്ഷിക്കാൻ. എന്തായാലും എല്ലാം സംഭവിച്ചത് നല്ലതിന്. ശരിയാ. All is well. All is well. All is well. പുലരിക്കിണ്ണം പൊന്നിൽ മുക്കിയതാരാണോ? പുല്ലാങ്കുഴലൊരു പാൽക്കടലാക്കിയതാരാണോ? നമ്മുടെ മഴയിൽ കനവിൻ അതിരിന് പൂമാനം, ഈ മുത്തുമണത്തിനു ചുറ്റും മതിലുകളാകാശം.
നമ്മുടെ മഴവിൽ കനവിൻ അതിരിനി പൂവാനം ഈ മുത്തുമനസ്സിന് ചുറ്റും മതിലുകളാകാശം പുലരിക്കിണ്ണം പൊന്നിൽ മുക്കിയതാരാണോ പുല്ലാങ്കുഴലൊരു പാൽക്കടലാക്കിയതാരാണോ മിന്നൽ കൊടിമേളം മഴമേഘത്താളം ഒത്തിരി മേലേക്കു പാറിപ്പറക്കണം റെഡി